എല്ലാവർക്കും ഒരു വട്ടം കൂടെ സ്വാഗതം പറയാണ്. പിന്നെ നിങ്ങളെ പറ്റി എല്ലാവരെ പറ്റിയിട്ടും എല്ലാ പേരുകളും ഒരുവിധം ഫെമിലിയർ ആണ്. അപ്പൊ ശശികല ആന്റി, എല്ലാ ശകുന്തള ആന്റി, ഐശ്വര്യ, കുറെ പേര് നല്ല ഫേമസ് ആണ്. അപ്പൊ എല്ലാവരെ കാണാൻ പറ്റിയിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അച്ഛനെ പറ്റി രണ്ടു വാക്ക് ഞാൻ പറയാം. അച്ഛൻ ഭയങ്കര കല്യാണം കഴിഞ്ഞു തന്നെ സത്യം പറഞ്ഞ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ ഭയങ്കര പാവാണ്, ഭയങ്കര ജെന്യുവിനാണ്. എന്തുണ്ടെങ്കിലും തുറന്നു പറയും. അത് കഴിഞ്ഞാൽ മനസ്സിൽ ഒന്നും വെക്കില്ല, മുഖം മൂടിയൊന്നുമില്ല. അങ്ങനെ അതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്റെ ചുണ്ടൊക്കെ വരട്ടിട്ടോ. പിന്നെ ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു നാട്ടിൽ പോവാണ്, അച്ഛൻ്റെ 70ാം പിറന്നാളാണ്, അപ്പൊ തിരിച്ചു വരുമ്പോ അച്ഛനമ്മയും ഞങ്ങൾ കൂടെ വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞു, ഓ അപ്പൊ നിന്റെ സുംബാ ക്ലാസ്സിൽ വരാൻ പറ്റില്ല, അപ്പൊ നീ ഫുൾ ബിസി ആയിരിക്കുമല്ലോ. അതാണ് ഇൻലോസ് വരല്ലേ. എല്ലാവർക്കും ഇൻലോസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയോ എന്താന്ന് എനിക്കറിയില്ല. അവരുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെയാണ്. അവരുടെ ഫ്രീഡത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കല്പമാണ് ഇൻലോസ് എന്ന് വെച്ചാൽ. പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അച്ഛനും അമ്മയും വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എൻജോയ്മെന്റ് ആണ്. അവിടെ വന്നാല് ഒരുമിച്ച് ഞങ്ങൾ ഡ്രിങ്ക്സ് കളിക്കും, പാട്ട് പാടും, സ്നാക്സ് കളിക്കും, പബ്ബിൽ പോവും, ഭയങ്കര ജോളിയാണ്. എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടുപോയി പരിചയപ്പെടുത്താൻ. പ്രത്യേകിച്ച് അച്ഛൻ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കും, എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അപ്പൊ പിന്നെ ബാംഗ്ലൂര് വന്നാലാണ് അച്ഛനും അമ്മേനെയും കാണാൻ കിട്ടുള്ളൂ. നാട്ടിൽ വന്നാൽ അച്ഛൻ ഫുൾ പറമ്പിലായിരിക്കും. അച്ഛന് ഒരു ടാർഗറ്റുകൾ ഉണ്ടാവും, 4 തെങ്ങിന്റെ തടം തുറക്കണം, അത് കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അമ്മ ഫുൾ പിന്നെ അടുക്കളയിലൊക്കെ ആവും. അപ്പൊ ബാംഗ്ലൂര് വരുമ്പോ ഫുൾ ടൈം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യും. ഒരുപാട് ആഫ്രിക്കയിലെ കഥകളും ഗൾഫിലെ കഥകളും ഒക്കെ കേട്ടിട്ടുള്ള ബാംഗ്ലൂർ വരുമ്പോഴാണ്. ഇങ്ങോട്ട് പോയില്ല, അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ്, ഭയങ്കര ജോലിയാണ്. പിന്നെ അതൊക്കെയാണ്. അപ്പൊ അച്ഛന് എന്റെ വക ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് അച്ഛൻ ഒരു മക്കള് തരുന്ന ഒരു സജഷൻ ആയിട്ട് കണ്ടാ മതി. അച്ഛൻ അനുസരിക്കോ എനിക്കറിയില്ല. അനുസരിക്കോ? ഉറപ്പാണോ? അതായത് 70 വയസ്സ് കഴിഞ്ഞാല് മാവുമ്മ പൊത്തി പിടിച്ച് കയറലോ. അത് സാധാരണ ആൾക്കാർ മാവുമ്മ കയറുന്ന പോലെയല്ല അച്ഛൻ കയറുക. ആദ്യം മാവുമ്മ കയറും, പിന്നെ കോണിയായിട്ട് കയറും. കോണി മാവിന്റെ പോലെ കെട്ടി വെക്കും, മാവിന് കയറും. അതൊരു കോട്ടിയായിട്ട് അതിന്റെ മോളിൽ വീണിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സിംഗായി പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഉപേക്ഷിക്കാം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.